ആശി വീട്ടിൽ പോയി ആശിനെ സ്വീകരിക്കും. ഉമ്മാക്ക് നല്ലൊരു പരിപാടി ആയിരിക്കും. ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല. നിന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതിനെ പറയുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ മരിച്ചാലടക്കം പറയുന്നു. എന്റെ മക്കളോട് പറഞ്ഞു എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. നിസ്കാര കുപ്പായത്തിലിരുന്ന് ഒരുപാട് ഉമ്മ കണ്ണുനീര് പൊഴിച്ചതാ എന്റെ മകനെ ഒന്ന് തിരിച്ചു കിട്ടണേ എന്നുള്ളത്. ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടെങ്കിലും ജാസിക്ക് ആശയെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല എങ്കിൽ ഞാൻ കൂടുതലായിട്ട് അത് വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെയുള്ള മലയാളികളുടെ നെഞ്ച് തകരുന്നുണ്ടാവും. കാരണം ആ ഉമ്മയുടെ നെഞ്ച് തകർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് മനുഷ്യത്വമുള്ള ആളുകളുടെ നെഞ്ചിൽ തറയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ് ഉണ്ടല്ലേ, ആ ട്രാൻസിനോടൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷം തോന്നാറില്ല. പക്ഷേ ചില ആളുകളോട് മാത്രം നമുക്കൊരു ദേഷ്യം തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം. ഉമ്മ പലതും പറയുന്നുണ്ട്, നമുക്ക് എല്ലാം ഒന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ഇല്ലാത്ത അപ്പ എന്തിനാണ് ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനത്തിൽ തരത്തിലിപ്പോ. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തു. ഇതാണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല.